ഫെബ്രുവരി 2-ാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. ഈ കാണുന്ന കേക്ക് കഴിഞ്ഞ പ്രാവശ്യവും കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം എൻ്റെ ചേച്ചി ഉണ്ടാക്കി തന്നതാണ്. ഈ പ്രാവശ്യത്തെ കേക്കും ചേച്ചി തന്നെയാണ് ഉണ്ടാക്കിയത്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന കേക്കായതിനാൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നേ. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ ചേച്ചിക്ക് തന്നെയാണ് കേക്ക് ഓർഡർ കൊടുക്കുന്നത്. ചേച്ചി കറക്റ്റ് സമയത്ത് തന്നെ അത് എത്തിച്ചു തരുകയും ചെയ്യുവേ. ഈ ഫോട്ടോ ഇല്ലയോ, മോൻ്റെ 6 മാസത്തെ ഫോട്ടോയാണ്. ഈ കേക്കാണ് ചേച്ചി ഉണ്ടാക്കിയത്. എൻ്റെ മോൻ കേക്ക് മുറിക്കുന്ന രംഗങ്ങളാണ് ഈ കാണുന്നത്. ഞാൻ അടുത്ത് നിൽപ്പുണ്ടേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുഞ്ഞാപ്പൂ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചെറിയൊരു പീസ് മുറിക്കടാ, പച്ചായിക്ക് കൊണ്ട് കൊടുത്ത ഇച്ചിരി. കേക്ക് മുറിക്കാൻ വേണ്ടി അച്ഛനും ചേച്ചിയുടെ ഭർത്താവും മക്കളും എൻ്റെ മോളും ഒക്കെയാണ്. എൻ്റെ മോളാണ് ആ മുഖം പൊത്തിപ്പിടിച്ച് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. ഞാൻ ആ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ്. ഇനി ചേച്ചിയുടെ ഭർത്താവിന് കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ പിന്നെ പീസായിട്ട് ആക്കുകയാണ്. അതിൻ്റെ ഫോട്ടോ സെപ്പറേറ്റ് എടുത്തായിരുന്നോ? ഞാൻ എൻ്റെ ഫെബ്രുവരി 1-ാം തീയതിയാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത്. ഫെബ്രുവരി 2-ാം തീയതി ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇവനപ്പം കുഴിമന്തി ഭയങ്കര ഭ്രാന്താണ്. അതുകൊണ്ട് കുഴിമന്തി മേടിച്ച് കൊടുക്കാം എന്ന് ഞാൻ വാക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് റോയൽ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ കുഴിമന്തി മേടിച്ച് കൊടുത്തത്. അപ്പം ആദ്യത്തെ ഒരു ലൈം ജ്യൂസ് കുടിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ് കുഴിമന്തിക്ക് വേണ്ടിയേ. ഞാൻ അതിനിടയിൽ എൻ്റെ വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കുഴിമന്തി വന്നു കഴിഞ്ഞ് ഞങ്ങൾ വിളമ്പി കഴിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അവനാണെങ്കിൽ കുഴിമന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ്. എനിക്കൊരു ഒരു ചെറിയൊരു സോസ് പോലെ കിട്ടിയേ. പക്ഷെ ആ സോസിന് മയണൈസിൻ്റെ ഒരു ടേസ്റ്റ് പോലെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സോസ് കൂട്ടി കഴിക്കുന്നത്. എനിക്ക് എപ്പോഴും വൈറ്റാണ് പിന്നെ കാന്താരി അരിച്ചതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ്റെ പീസിനൊക്കെ വാങ്ങി കൊതിയോടും രുചിയോടുകൂടി അവൻ കഴിക്കുന്ന കണ്ട് ഞാൻ ആസ്വദിച്ച്. ഇതിനകത്തൊരു ബ്ലാക്ക് കളറിൽ കിടക്കുന്ന അത് നാരങ്ങയുടെയാണ് ഒരിതാണ്. അത് നല്ല ടേസ്റ്റായിരുന്നു. ഞാനും ആ നാരങ്ങയുടെ ഇത് ചോറിനകത്ത് ഇളക്കി കഴിച്ചിരുന്നേ.